ലോർഡ്സിൽ മുഹമ്മദ് സിറാജിന്റെ വിക്കറ്റ് വീഴുമ്പോൾ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിസ്സഹായനായി തലയിൽ കൈവച്ച് നിൽക്കുന്ന രവീന്ദ്ര ജഡേജയുടെ ഈ ചിത്രം ഓർമ്മയില്ലേ? വെറും 22 റൺസ് മാത്രമകലെ കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ മോഹിപ്പിച്ചെന്ന വിജയത്തെ ഷായിബ് ബഷീർ കൊത്തിപ്പറിച്ചെടുത്തു കൊണ്ടുപോകുമ്പോൾ ബാറ്റ് കുത്തി അയാൾ നിലത്തിരുന്നു. നിറകണ്ണുകളുടെ മൈതാനം വിടുമ്പോൾ ബെൻ സ്റ്റോക്സ് അരികിലെത്തി അയാളെ ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു. ഒരു വേള സ്ട്രൈക്കിൽ ജഡേജയ്ക്ക് ഒരല്പം കൂടി അവസരം ലഭിച്ചിരുന്നെങ്കിൽ ലോർഡ്സ് കൈവിട്ട് കളയേണ്ടി വന്നേനെ എന്ന് സ്റ്റോക്സിന്റെ മനസ്സ് അപ്പോൾ മന്ത്രിച്ചു കാണണം. ഇന്നലെ ഓൾഡ് ട്രാഫോർഡിൽ ഇതേ സ്റ്റോക്സ് ജഡേജക്കരികിലേക്ക് ഒരിക്കൽ കൂടി നടന്നെത്തി. ഇന്ത്യൻ ഇന്നിംഗ്സിലെ 138-ാം ഓവർ ജോ റൂട്ട് 6ാം പന്തെറിഞ്ഞ് പൂർത്തിയാക്കിയതും ജഡേജയ്ക്ക് നേരെ കൈനീട്ടിയ ഇംഗ്ലീഷ് നായകൻ സമനിലക്ക് സമ്മതമാണെന്ന് അറിയിക്കുന്നു. 2 സെഞ്ചുറികൾക്കായി ഓൾഡ് ട്രാഫോർഡ് അക്ഷമയോടെ കാത്തിരുന്ന നേരമായിരുന്നു അത്. ജഡേജ സ്റ്റോക്സ് നീട്ടിയ കൈ നിരസിച്ചു. 15 ഓവർ ഇനിയും ബാക്കി കിടപ്പുണ്ട്, പോയി പന്തെറിയൂ എന്നായിരുന്നു അയാളുടെ നിലപാട്. സ്റ്റോക്സ് തൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ മൈതാനത്ത് തീർക്കുന്നത് കാണാമായിരുന്നു. ഹാരി ബ്രൂക്കിനെയും ബെൻ ഡക്കറ്റിനെയും ഒക്കെ നേരിട്ടാണോ സെഞ്ചുറി പൂർത്തിയാക്കാൻ പോകുന്നത് എന്നയാൾ ഒരിത്തിരി അമർഷത്തോടെ ചോദിച്ചു. ജദ്ദു, ജസ്റ്റ് ഷെയ്ക്ക് യുവർ ഹാൻഡ്സ്, സാക്രോളി ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞു. പക്ഷെ ജഡേജ അതിനൊന്നും ചെവി കൊടുത്തില്ല. ഈ കളി ഇങ്ങനെ ഗതിമാറി ഒടുക്കുമെന്ന് ഇംഗ്ലീഷ് താരങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കൂറ്റൻ ലീഡിലേക്ക് ബാറ്റ് വീശുന്നു. ഇന്ത്യയെ നേരത്തെ എറിഞ്ഞിരുന്നു. ഇന്നിംഗ്സ് ജയവുമായി പരമ്പര പോക്കറ്റിലാക്കുന്നു. സ്റ്റോക്സിന്റെ പ്ലാനുകൾ കൃത്യമായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ 669 റൺസിന്റെ പട്ടുകൂട്ടൻ റൺമല, 311 റൺസിന്റെ ലീഡ്. ക്രിസ് വോക്സിന്റെ ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാളും സുദർശനും സമ്പൂജ്യരായി മടങ്ങുന്നു. അതുവരെ കാര്യങ്ങൾ ഇംഗ്ലണ്ടിന്റെ ദിശയിലാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെ മുതൽ അങ്ങോട്ട് കളി മാറി. കഥയും ക്യാപ്റ്റൻ ഗിൽ ദൗത്യമേറ്റെടുത്തു. മിസ്റ്റർ ഡിപ്പെൻഡബിൾ KL രാഹുൽ ക്രീസിൽ വേരാഴ്ത്തി നിന്നു. ആദ്യ ഓവറിൽ 2 വിക്കറ്റ് പിഴുതെറിഞ്ഞ ശേഷം അടുത്ത വിക്കറ്റിനായി ഇംഗ്ലണ്ടിന് പിന്നെ കാത്തിരിക്കേണ്ടി വന്നത് 69 ഓവറാണ്. 2001 ഈഡൻ ഗാർഡനിൽ വെച്ച് ഓസീസിനെ വീഴ്ത്തിയ ദ്രാവിഡ് ലക്ഷ്മൺ കോംബോയെ പലരും ആ നേരത്ത് സോഷ്യൽ മീഡിയയിൽ ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. സെഞ്ചുറിക്ക് 10 റൺസ് അകലെ രാഹുൽ വീണു. സ്റ്റോക്സിന്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ മുളപൊട്ടി. 5ാമനായി ക്രീസിലെത്തേണ്ടത് ഋഷഭ് പന്താണ്. ടീം ലിസ്റ്റിൽ അയാളുടെ പേര് ഇപ്പോഴും കിടപ്പുണ്ട്. 5ാം ദിനത്തിന് തൊട്ടു മുമ്പ് ഇടങ്കാലിൽ മൂൺബൂട്ട് ധരിച്ച് ഒരു ക്രച്ചസിലൂന്നി ഓൾഡ് ട്രാഫോർഡിലേക്ക് അയാൾ നടന്നെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പരിക്ക് ഗുരുതരമാണെന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ ആവശ്യമെങ്കിൽ കളത്തിലിറങ്ങാൻ തയ്യാറായി അയാൾ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാകുമെന്ന വിശ്വാസം ആരാധകർക്കുണ്ടായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ അയാളുടെ കംബാക്ക് അത്രമേൽ അവർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇക്കുറി പവലിയന്റെ പടികളിറങ്ങി വന്നത് വാഷിംഗ്ടൺ സുന്ദറാണ്. സുന്ദർ ക്രീസിലെത്തി. ഗിൽ അതിനിടയിൽ സെഞ്ചുറികൾ തൊട്ടു. റെക്കോർഡുകൾ പലതും പഴങ്കഥകളായി. ഒരേവേ സീരീസിൽ 4 സെഞ്ചുറികൾ കുറിക്കുന്ന ആദ്യ നായകൻ. 35 വർഷം മുമ്പ് സച്ചിൻ 3 അക്കം പിന്നിട്ട ശേഷം ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ഓൾഡ് ട്രാഫോർഡിൽ സെഞ്ചുറി കുറിക്കുന്നു. അങ്ങനെ പലതും. 88ാം ഓവറിൽ ഗിൽ ആർച്ചറിന് മുന്നിൽ വീഴുന്നു. 6 വിക്കറ്റുകൾ അകലെ ഇംഗ്ലണ്ടിനെ കാത്ത് ഒരു ചരിത്ര വിജയം. 3 വിക്കറ്റുകൾ വീണാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ജഡേജ ക്രീസിലേക്ക് നടന്നെടുത്തു. നേരിട്ട 1ാം പന്തിൽ തന്നെ അയാൾ കൂടാരം കയറേണ്ടതാണ്. സ്ലിപ്പിൽ റൂട്ടിന്റെ കൈകൾ ചോർന്നു. അവിടെ കളിയുടെ വിധി കെടുത്തപ്പെട്ടു. പിന്നെ ഒരൊറ്റ വിക്കറ്റ് പോലും വീഴ്ത്താനായിട്ടില്ല ഇംഗ്ലീഷ് ബോളർമാർക്ക്. ഷോർട്ട് ലെഗിലും സില്ലി പോയിന്റിലും ഫീൽഡർമാർ മാറി മാറിയെത്തി. സമ്മർദ്ദത്തിന്റെ കാറ്റ് വിതച്ച് അരിഞ്ഞു വീഴ്ത്താമെന്ന സ്റ്റോക്സിന്റെ തന്ത്രമൊന്നും വിലപ്പോയില്ല. 5ാം വിക്കറ്റിൽ ജദ്ദുവും സുന്ദറും ചേർന്ന് 203 റൺസിന്റെ അപരാജിതമായൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തി. ഒടുക്കം ഇന്ത്യക്ക് കൈകൊടുക്കേണ്ടി വന്നു സ്റ്റോക്സിന്. 141ാം ഓവറിൽ ബ്രൂക്കിനെ ഗാലറിയിലെത്തിച്ചാണ് ജദ്ദു സെഞ്ചുറികൾ തൊട്ടത്. 143ാം ഓവറിൽ അതേ ബ്രൂക്കിനെതിരെ ഡബിൾ ഓടിയെടുത്ത് സുന്ദറും 3 അക്കം തികച്ചു. ഇന്ത്യ തോറ്റുപോകുമായിരുന്ന ഒരു പരമ്പരയുടെ ആവേശത്തെ ഓവലിലേക്ക് വലിച്ചു നീട്ടുകയായിരുന്നു ആ പൊളിയ കൂട്ടുകെട്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെയാണ്. പ്രതീക്ഷകൾക്ക് മുകളിൽ നിഴല് പടർത്തുന്ന വൻമതിലുകൾ 22 വാര പിച്ചിൽ അപ്രതീക്ഷിതമായി എപ്പോൾ വേണമെങ്കിലും ഉയർന്നു പോകാം. ആദ്യ 2 വിക്കറ്റുകൾക്ക് ശേഷം ഇന്ത്യൻ നിരയിൽ പിന്നീടെത്തിയ 4 ബാറ്റർമാർ ചേർന്ന് നേരിട്ടത് 875 പന്തുകളാണ്. തൻ്റെ കുട്ടികൾക്ക് ഗൗതം ഗംഭീർ നൽകിയ സ്റ്റാൻഡിംഗ് ഒവേഷനിൽ എല്ലാം ഉണ്ടായിരുന്നു. കളിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഋഷഭ് പന്തിനെ ചൂണ്ടി അയാൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. വ്യക്തികളുടെ പേരെടുത്ത് ഞാൻ അധികം പ്രശംസിക്കാറില്ല, പക്ഷേ ഇത് പറഞ്ഞേ തീരൂ. ഋഷഭ്, നിങ്ങൾ ഈ മത്സരത്തിൽ പുറത്തെടുത്ത പോരാട്ട വീര്യമുണ്ടല്ലോ, ഈ ടെസ്റ്റ് ടീമിൻ്റെ ഫൗണ്ടേഷൻ അതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഡ്രസ്സിംഗ് റൂമിനെ മാത്രമല്ല, ഒരു തലമുറയെ തന്നെയാണ് നിങ്ങൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
രാജ്യം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ഋഷഭ് 5ാം ടെസ്റ്റിന് ഉണ്ടാകില്ലെന്ന കാര്യം ഏറെ വേദനയോടെയാണ് ഗംഭീർ പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. ഇനി ഓവലിൽ ഫൈനൽ. തോറ്റുപോകാതിരുന്നാൽ മാത്രം പോരാ, ജയിച്ചേ തീരൂ.